ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. തൊട്ടു കൂട്ടാനുള്ള ഒരു ഐറ്റമാണ്. കഞ്ഞിക്കായാലും ചോറിനായാലും എന്തിനും നമ്മൾ മലയാളികൾ വളരെ ഇഷ്ടത്തോടു കൂടി കൂട്ടുന്ന ഒരു ഐറ്റമാണ്. അത് കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് മാത്രം. കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അത് അത്ര എരിവുള്ള മുളകൊന്നുമല്ല. മുളക് വെച്ചിട്ട് നമ്മളൊരു കിടിലൻ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ ബജ്ജി മുളകാണ് എടുത്തിരിക്കണം. എരിവൊക്കെ നന്നായി കൂട്ടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ പച്ചമുളകൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വല്ലാതെ എരിവൊന്നുമില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോണത്. അപ്പോൾ ഫുള്ള് നോർത്ത് ഇന്ത്യൻ മോഡലിലാണോ ചോദിച്ചാൽ അല്ല, ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് കമൻറ്റിൽ പറയൂ, ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പറയൂ കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായി കാണുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് അച്ചാർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കണം. ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നിന്ന്. എന്നുവെച്ചാൽ അവർ ഉപയോഗിക്കണ എണ്ണ അതൊക്കെ വേറെയാണ്. അതിന് പകരം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു അച്ചാറിന് ഉപയോഗിക്കുന്ന എണ്ണ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള മുളകല്ല കേട്ടോ, ബജ്ജി മുളകുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യണം. അതൊരു 250 ഗ്രാംസ് 1/4 കിലോ ആണ് ഇതുള്ളത്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ കഴുകിയിട്ട് ഞാൻ നന്നായിട്ട് തുണിയോ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് നന്നായി തുടയ്ക്കണം കേട്ടോ. വെള്ളം ഒട്ടും പാടില്ല, അപ്പോൾ നമ്മുടെ അച്ചാർ കേട് വരും. നന്നായി തുടച്ച് ഉണക്കി നന്നായിട്ട് എടുക്കുക. അതിന് ശേഷം വേണം ഇതൊരു ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇത് ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതധികം എരിവുണ്ടാവില്ല. ഇതിനാണ് ബജ്ജി മുളക് എടുത്തത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്കുള്ള മസാല നമ്മൾ അപ്പളേ റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അളവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായി കാണുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണൂ. അച്ചാർ ലവേഴ്സിനൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി അച്ചാറാണ്. മറ്റേ മുളക് എടുക്കണ്ട, നല്ല എരിവാവും. ഇനി ഞാൻ ഇവിടെ ഉള്ളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നുറുക്കി ഈ ഒരു വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തത് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ റോസ്റ്റ് ചെയ്യാം. ഈ കട്ടിയുള്ളൊരു കടായിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് എല്ലാ മസാലാസും കറക്റ്റ് അളവ് പ്രകാരം ഈ ഒരു 250 ഗ്രാമിൻ്റെ അളവിനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് ചൂടാവണേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഇതിലേക്ക് വേഗം മസാലകൾ ഇടാം. 2 ടേബിൾ സ്പൂണ്, ഇത് ടേബിൾ സ്പൂണിൻ്റെ അളവിൽ 2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകമാണ് ഏറ്റവും അധികം വേണ്ടത്. 1 ടേബിൾ സ്പൂണ്, അതേ ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂണ് ജീരകം, ചെറിയ ജീരകം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് തന്നെ കടുക്. അത് കറുത്ത കടുകും ഉണ്ട്, മഞ്ഞക്കടുകും ഉണ്ട്. അത് കറുത്ത കടുകും 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. യെല്ലോ കളറ് കടുക്, അതും 1 ടേബിൾ സ്പൂണ്. ഇനി അടുത്തത് 1 ടീസ്പൂണ്, ഇത് മാറിപ്പോരുത്. ഇത് 1 ടേബിൾ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ നന്നായി കയ്പ്പ് വരും. 1 ടീസ്പൂണ് ഉലുവ. അതിന് ശേഷം ഇത് ഒരു മീഡിയം ഹീറ്റിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലൊരു മണം വരും. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഞാൻ ഇവിടെ ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട്, ഓയിൽ മാത്രം മാറ്റുന്നുണ്ട് കേട്ടോ. റൈസിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണ്. അതായത് കുറേശ്ശെ മൂത്ത് പൊട്ടി നല്ലൊരു മണം വരാൻ തുടങ്ങി കേട്ടോ. ഇതിലേക്ക് അപ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂണാണ് ഇടുന്നത്. 1 ടീസ്പൂൺ ഇതിലേക്ക് കരിഞ്ജീരകവും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേഗം കരിയും. ഇത് ലാസ്റ്റ് വേഗം മൂത്ത് കിട്ടും, അതുകൊണ്ട് അത് ലാസ്റ്റ് ഇടുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ, 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ മുളക് പൊടി
മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. കാശ്മീരിയോ എരിവുള്ളതോ ഏതാച്ചാ ഇടാം. മുളകിൻ്റെ കൊണ്ട് ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. മുളക് പൊടി ഇട്ടതിന് ശേഷം തീ വേഗം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് കളറ് മാറി വരും, മൂത്തിട്ട് വേഗം കരിയും, പൊടിയല്ലേ. അതുകൊണ്ട് ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഞാൻ ഈ പൊടിയിൽ തന്നെ ചേർക്കാം. ഉപ്പ് പിന്നെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഞാനൊരു 1 ടീസ്പൂൺ ആദ്യം ഇടുന്നുണ്ട്. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആറി വരട്ടെ. അതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൗഡർ ആവണ്ട, ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഒന്ന് ആറി വരട്ടെ. നമുക്ക് ഈ കടായിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ഈ കടായി ചൂടായിട്ട് കിടക്കില്ലേ, അപ്പോൾ ഇരുന്ന് മൂക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റാൻ പെടുന്നു. ഞാൻ നമ്മുടെ സാധാ ഉപ്പ് 1 ടീസ്പൂൺ ഇട്ടു. ബാക്കി ഉപ്പ് ഞാൻ ഇതാട്ടോ ഇടണം. ഇത് പിങ്ക് സോൾട്ടാണ്, ഹിമാലയൻ പിങ്ക് സോൾട്ടാണ്. ഇതാണ് ഇടുന്നത്, 1/2 ടീസ്പൂണ്. ഈ മസാല ആറിയിട്ട് പൊടിക്കാറാവുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം അറിയോ? ഈ മുളകിലേക്ക് കുറച്ച് വിനാഗിരി, കുറച്ച് പറഞ്ഞാൽ ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. 1/4 കപ്പ് വിനാഗിരി തിരിച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പം ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കണ എണ്ണ, ഞാൻ തുടക്കത്തിൽ പറയല്ലേ എണ്ണ, അവർ ഉപയോഗിക്കണ എണ്ണ കടുകെണ്ണയാണ്. പക്ഷേ നമ്മളിവിടെ കടുകെണ്ണ ഉപയോഗിച്ചാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് യോജിപ്പിക്കുക. കടുകെണ്ണയ്ക്ക് പകരം ഞാൻ നമ്മളുടെ ഇവിടെ അച്ചാറിന് ഉപയോഗിക്കുന്ന നല്ലെണ്ണ, എള്ളിൻ്റെ എണ്ണ ഉണ്ടല്ലോ, അപ്പോൾ അത് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇതങ്ങനെ പാര്യല്ല കേട്ടോ. ഇതിങ്ങനെ നമ്മൾ മൂപ്പിക്കണമൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ അച്ചാർ ഉണ്ടാക്കണ പോലെ വഴറ്റലും അങ്ങനത്തെ ഒരു ഇതും ഇല്ല. ഈ എണ്ണ ഞാൻ ജസ്റ്റ് ഒന്ന് പാനിൽ ചൂടാക്കുന്നുണ്ട്. ചൂടോട് കൂടിയിട്ടാണ് നമ്മളിതിലേക്ക് ഒഴിക്കണത്. ഞാനൊരു അളവിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ആറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറൊക്കെ വെള്ളമില്ലാതെ നന്നായിട്ട് ടിഷ്യൂ പേപ്പർ തുണി വെച്ചിട്ടൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല ഒന്നിലും. മുളകായാലും ആദ്യം ഒന്ന് നന്നായി തുടയ്ക്കണം, വെള്ളത്തിൻ്റെ അംശം എവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് വിനാഗിരി ആദ്യം തന്നെ നമ്മൾ ഒഴിച്ച് വെച്ചിരുന്നല്ലോ, അതിലേക്ക് നമുക്കിത് പൊടിച്ച് വെച്ച ഇത് നല്ല പൗഡർ ആവണമെന്നൊന്നുമില്ല, ചെറിയൊരു തരിതരിന് കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. ഉപ്പുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അത്രയേ ഉള്ളൂ. ഈ നല്ലൊരു മിക്സ്, നല്ലെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലൊരു മിക്സ് ചെയ്യുക. ഈ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു 2 ദിവസം ഒന്ന് വെയിൽ കിട്ടണ ഭാഗത്തൊന്ന് വയ്ക്കുക. നമ്മൾ ജനലിൻ്റെ അവിടെയോ അല്ലെങ്കിൽ മതിലിൻ്റെ പുറത്ത് സേഫായിട്ട് വെക്കണം. ഒന്നും തട്ടി വീഴ്ത്താതെ അങ്ങനെയുള്ള സേഫായിട്ടുള്ളൊരു ഇതിൽ, അല്ലെങ്കിൽ എവിടെ വെയിൽ തട്ടണ വിൻഡോസൊക്കെ ഉണ്ടാവില്ലേ, അവിടെ ഇത് വെച്ചാലും മതി. 2 ദിവസം വെച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അച്ചാറാണ്. അപ്പോൾ മുളകൊക്കെ ഉണ്ട്, ഉപ്പൊന്നും മുളകിലേക്കൊക്കെ ഒന്നുകൂടി പിടിക്കുമ്പോഴേക്ക് ഒന്നുകൂടി സെറ്റാവും. അത് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഇതെടുത്തിരിക്കണം. അധികം അച്ചാറുകൾ അധികം ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സിൽ തന്നെ ആക്കി വെക്കണം കേട്ടോ, പ്ലാസ്റ്റിക്കിലാക്കരുത്. എന്താ വെച്ചാൽ നമ്മൾ വിനാഗിരി ഉപ്പൊക്കെ ഇടണതല്ലേ, അതേപോലെ ഉപ്പ് പുളി ഇങ്ങനത്തെയൊക്കെ ഭരണികൾ ഗ്ലാസ് കണ്ടെയ്നേഴ്സിലാക്കണം. പ്ലാസ്റ്റിക് അധികം നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ നല്ലോണം ഇതിൽ അതും വെള്ളമില്ലാതെ നന്നായി തുടച്ച് വൃത്തിയാക്കിയ പാത്രം വേണം എടുക്കാൻ. വെള്ളം ഒട്ടും പാടില്ല. നമ്മൾ ഇത്ര നേരം ബുദ്ധിമുട്ടിയതൊക്കെ വെറുതെ കേട്ടോ, വേഗം കേടുന്ന് പോകും. അതാണ് ഇതൊക്കെ ഒന്ന് 2 ദിവസം 3 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊക്കെ ചുങ്കൂട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. ഇനി എയർ ടൈറ്റ് ആക്കിയിട്ട് ഞങ്ങളുടെ അടപ്പുകൊണ്ട് അടച്ചിട്ട് നമ്മുടെ അച്ചാർ റെഡി. അപ്പോൾ അത് 2 ദിവസം വെയിലത്ത് വെക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ
കുലുക്ക് മസാലകളൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും പിടിക്കുകയും ചെയ്യും. അപ്പോൾ ദാ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പം ഇനി പുതിയൊരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.